മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് നമ്മളോടൊപ്പം ഉള്ളത്. വൈക്കത്താണുള്ളത്. ഐതിഹാസികമായ തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കുമെതിരെ സമരം നടന്നിട്ടുള്ള മണ്ണിലാണ് നിൽക്കുന്നത്. തൊഴുതു കഴിഞ്ഞു. ഇന്നിപ്പോൾ ശിവഗിരി പദ തീർത്ഥാടന യാത്ര ഉദ്ഘാടനം ചെയ്യുകയാണ്. എന്താണ്? തീർച്ചയായിട്ടും വൈക്കം ഒരു ഇതിഹാസം എഴുതിയ മണ്ണാണ്. ഗാന്ധിജിയുടെ പാദസ്പർശം കൊണ്ട് പവിത്രമായ മണ്ണ്. തന്നെയുമല്ല, ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ആദ്യ കാഹളം ഇവിടെയാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിന് വലിയ പ്രത്യേകതയുണ്ട്. സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഇതിനൊക്കെ തുടക്കം കുറിച്ച ഒരു മണ്ണാണിത്. അപ്പോൾ ഇവിടെ നിന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം ഈ വൈക്കം സത്യാഗ്രഹത്തിന് ലഭിച്ചത്. അദ്ദേഹം ആദ്യം 1000 രൂപ കൊടുത്ത് ഈ സമരത്തെ ഇതിനെല്ലാ അനുഗ്രഹങ്ങളും നൽകിയത്. അപ്പോൾ അവിടെ നിന്ന് ആരംഭിക്കുന്ന പദയാത്രയ്ക്ക്, ശിവഗിരി പദയാത്രയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പദയാത്രയിൽ ഉദ്ഘാടനത്തിന് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. മുൻപ് SNDPയുമായിട്ടുള്ള ചെറിയ അസ്വാരസ്യങ്ങളുടെ ഒക്കെ ഒരു കാലഘട്ടമൊക്കെ നീങ്ങുന്ന ഒരു മഞ്ഞുരുക്കുന്ന ഒരു അവസ്ഥ കൂടെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരുടെ യോഗ്യതയിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ആൾ എന്നുള്ള രൂപത്തിലാണ്. എങ്ങനെയാണ് ഈ ഒരു സന്ദർഭത്തെ കാണുന്നത്? SNDP ആയിട്ട് എനിക്കൊരു കാലത്തും അസ്വാരസ്യം ഉണ്ടായിരുന്നില്ല. നല്ല ബന്ധമാണുള്ളത്. എല്ലാ കാലഘട്ടത്തിലും നല്ല ബന്ധങ്ങളാണുള്ളത്. അത് ഞാൻ KPCC പ്രസിഡൻ്റായിരുന്നപ്പോഴും കാലഘട്ടം മുതൽ, അതിന് മുമ്പോട്ടേ ഉണ്ട്. ഞാൻ വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുന്ന കാലം മുതൽ തന്നെ SNDP യോഗവുമായിട്ട്, SNDP പ്രവർത്തകരുമായിട്ട് നല്ല ബന്ധമാണ് എനിക്കുള്ളത്. അത് തീർച്ചയായിട്ടും ആ ബന്ധം ഇന്നും തുടരുന്നു, എല്ലാ കാലത്തും തുടരും. അത് സംശയമൊന്നുമില്ല. ഗുരുദേവൻ്റെ അനുഗ്രഹത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് SNDP. അപ്പോൾ SNDPക്ക് അതിൻ്റേതായ മഹത്വമുണ്ട്. കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ മോചനത്തിന് വേണ്ടിയും വിദ്യാഭ്യാസ ആരോഗ്യ പുരോഗതിക്ക് വേണ്ടിയും അക്ഷീണം പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് SNDP. ഇന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹവുമായി വ്യക്തിപരമായി എനിക്ക് വളരെ കാലത്തെ ബന്ധമാണുള്ളത്. അദ്ദേഹം കേരള സമൂഹത്തിന് നൽകിയ സംഭാവനകളെ നമുക്കാർക്കും വിസ്മരിക്കാൻ സാധ്യമല്ല. ഈ മന്നൻ ജയന്തിയും അല്പ ദിവസങ്ങൾക്കകം തന്നെ മുഖ്യ പ്രഭാഷകനിൽ നിന്ന് ഉദ്ഘാടകനായി മാറിയിട്ടുണ്ട്. അതും ആളുകളൊക്കെ തന്നെ വളരെ കൗതുകത്തോടു കൂടി, പ്രത്യേകിച്ച് രാഷ്ട്രീയ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളൊക്കെ നോക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ NSSുമായുള്ള ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് സാമുദായിക സംഘടനയുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സൗഹാർദ്ദത്തിൽ? ഞാൻ എല്ലാ സമുദായ സംഘടനകളുമായിട്ട് നല്ല ബന്ധമാണ്. കഴിഞ്ഞ വൈക്കം സത്യാഗ്രഹത്തിൽ KPMSൻ്റെ പരിപാടിയിൽ ഞാനായിരുന്നു ഉണ്ടായിരുന്നത് മുഖ്യാതിഥിയായി. അപ്പോൾ അങ്ങനെ ക്രൈസ്തവ, മുസ്ലിം, അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എല്ലാ സംഘടനകളുമായും നല്ല ബന്ധമാണുള്ളത്. NSSുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. ആ ബന്ധം എല്ലാ കാലത്തും തുടരേണ്ടത് ആവശ്യമാണ്. നമ്മൾ പൊതുജീവിതത്തിൽ നിൽക്കുമ്പോൾ ഇത്തരം സംഘടനകളുമായും അതിൻ്റെ നേതാക്കന്മാരുമായും നല്ല ബന്ധം പുലർത്തേണ്ടത് പാർട്ടിക്കും മുന്നണിക്കും അനിവാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചർച്ച ഉണ്ടാകുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, താങ്കളുടെ യോഗ്യത പറയുന്ന സമയത്ത് തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്ന ഒരു അയോഗ്യതയുടെ ഒരു വിഷയം കൂടെയുണ്ട്, ധിക്കാരത്തിൻ്റെ ഒക്കെ ഒരു വിഷയമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടെ സാറ് കേരള രാഷ്ട്രീയത്തിൽ ഒന്നുകൂടെ സജീവമാകുന്നു എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഞാൻ എന്നും സജീവം തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഏത് കാലഘട്ടത്തിൽ ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ്. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. ഒരിക്കലും ജനങ്ങളിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടില്ല. ജനങ്ങളാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത്. പാർട്ടി പ്രവർത്തകരാണ് എൻ്റെ ശക്തി. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും UDFന് വേണ്ടിയിട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ ഒരിക്കലും മാറി നിന്നിട്ടില്ല. എന്നും മുമ്പിൽ തന്നെയുണ്ട്. അത് നാളുകളിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യ പ്രഭാഷകനിൽ നിന്ന് ഉദ്ഘാടകനായത് എങ്ങനെയായിരുന്നു മന്നത്തിൽ? അത് ഉദ്ഘാടകൻ എന്തോ അസൗകര്യം പറഞ്ഞപ്പോൾ NSS ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഈ പരിപാടി പങ്കെടുക്കണമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഉദ്ഘാടകനായി മാറാൻ ഞാൻ സമ്മതിച്ചു. ഇതെല്ലാം ഒരു ദൈവനിയോഗമാണ് എന്ന് ഞാൻ കരുതുകയാണ്. സമാനതകളില്ലാത്ത പോരാട്ടം നടത്തിയ ഒരാളാണ് G. സുകുമാരൻ നായർ. ഒരു രാഷ്ട്രീയ ഒരു കാലഘട്ടത്തിൽ ആ സമയത്ത് പക്ഷേ നമ്മൾക്ക് വേണ്ട വിധം, അല്ലെങ്കിൽ അതിനൊക്കെ ഉള്ള ഒരു മഞ്ഞുരുകൽ എങ്ങനെയാണ് ഒരു തോന്നുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാ സമുദായ സംഘടനകളുമായും അതിൻ്റെ നേതാക്കന്മാരുമായും നല്ല ബന്ധം പുലർത്തേണ്ടതായിട്ടുണ്ട്. കാരണം അവർക്കും അവരുടെ സംഘടനകൾക്കുമൊക്കെ കേരള സമൂഹത്തിൽ ഒരു വലിയ പങ്ക് നിർവഹിക്കുന്നവരാണ്. അതുപോലെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരാണെങ്കിലും ഇസ്ലാം മത നേതാക്കന്മാരാണെങ്കിലും എല്ലാവരും, ഹിന്ദുമത സംഘടനകളാണെങ്കിലും പട്ടികജാതി പട്ടികവർഗ സംഘടനകളാണ്, എല്ലാവരും അവരുടേതായ മേഖലകളിൽ അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അവരുടെ പങ്കിനെ നമ്മൾ കാണാതെ കടന്നു പോകാൻ പാടില്ല.
അതാണ് എപ്പോഴും ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം. പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റിനെ ഇല്ലാതാക്കുന്നു എന്നുള്ളൊരു പരാമർശമുണ്ട്. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അല്ലാത്ത പാർട്ടിക്കകത്ത് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞങ്ങളതൊക്കെ പറഞ്ഞു തീർത്ത് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഇനിയും വരാൻ പോകുന്നത് പഞ്ചായത്ത് ഇലക്ഷനാണ്. പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകരുടെ ഇലക്ഷനാണ്. അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ കേരളം ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പ്രിയ കേസിലെ വിധി വരികയാണ് ഇന്ന്. എങ്ങനെയാണ് താങ്കളുടെ വിധി വരട്ടെ, നമുക്ക് വിധി കാത്തിരിക്കാം. നീതി പ്രതീക്ഷിക്കുന്നു. ആ കുടുംബത്തിനും സമൂഹത്തിനും നീതി കിട്ടും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. വൈക്കത്തിൻ്റെ മണ്ണിൽ നിന്ന് ഏതായാലും എന്താ പറയുക, ഒന്നുകൂടെ സാമുദായിക സംഘടനയുമായിട്ടുള്ള സ്നേഹവുമായിട്ട് മുന്നോട്ട് പോകട്ടെ. താങ്ക് യു. വൈക്കമെന്നും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. ഞാനിവിടെ 4 തവണ മത്സരിച്ചു, 3 തവണ MP ആയ സ്ഥലമാണ്. വൈക്കമെന്നും എനിക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ്. എനിക്കിവിടുത്തെ ജനങ്ങളെ ഇഷ്ടമാണ്, പാർട്ടി പ്രവർത്തകരെ ഇഷ്ടമാണ്. നല്ല സ്ഥലമാണ്. നിസ്വാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാരുള്ള സ്ഥലമാണ് ഈ വൈക്കം. അതുകൊണ്ടാണ് ഞാൻ മന്ത്രിയായിരുന്ന കാലത്തും വൈക്കത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ, ഇവിടെ DYSP ഓഫീസ്, ഫയർ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ അനുവദിച്ചതും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വൈക്കം എന്നും ഒരു മാറ്റത്തിൻ്റെ, ഒരു നവോത്ഥാനത്തിൻ്റെ മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഈ നാടിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയമുള്ള ഒരു വ്യക്തിയാണ്.